അവൾ കണ്ണുകൾ തുടച്ചുകൊണ്ട് വേഗം നടന്നു, അവരുടെ പഴയകാല പ്രണയകാലം ഓർത്തുകൊണ്ട്. കുറച്ച് ദൂരം നടന്നപ്പോൾ കുറച്ച് കുട്ടികൾ അവിടെ ബസ് കാത്തു നിൽപ്പുണ്ടായിരുന്നു. അവരുടെ അടുത്ത് ചെന്ന് അവരെ പരിചയപ്പെട്ടപ്പോൾ അവരും ആ കോളേജിലേക്കുള്ള കുട്ടികളാണെന്ന് അവൾക്ക് മനസ്സിലായി. അവരൊന്നിച്ച് ബസ്സിൽ കയറി. ഒരു 20 മിനിറ്റിന് ശേഷം കോളേജിൽ പടി വിളിക്കാൻ തുടങ്ങി. അവൾ ആ കുട്ടികളോടൊപ്പം അവിടെ ഇറങ്ങി നടന്നു. കോളേജിൻ്റെ ഗേറ്റ് കടന്ന് അകത്തേക്ക് പ്രവേശിച്ചപ്പോൾ അവൾ ആകെ ഒന്ന് കണ്ണോടിച്ചു. ഡാ, ഞാൻ ആദ്യമായാ ഇവിടെ. എനിക്കിവിടെ ആരെയും പരിചയമില്ല. എൻ്റെ ക്ലാസ് ഏത് ഭാഗത്താണെന്ന് പറഞ്ഞു തരാവോ? അതിനെന്താ, നീ ഏതാ സബ്ജക്റ്റ്? ഞാൻ ഇംഗ്ലീഷ്. ദാ ആ കാണുന്നത് തന്നെയാണ് ക്ലാസ് റൂം ട്ടോ. ആണോ, താങ്ക്സ്. അവൾ മടിച്ചുകൊണ്ട് ആ ക്ലാസ് റൂമിലേക്ക് ചെന്നതും കുട്ടികളെല്ലാവരും അവളെ ഒന്നിച്ചു നോക്കി. ഓരോരോ കുഞ്ഞു ടേബിളുകൾ, അതിൻ്റെ അടുത്തായി മിതമായ രൂപത്തിലുള്ള കസേരയും. മുൻനിരയിൽ 3 ടേബിളുകളുണ്ട്. അതിൽ 2 എണ്ണത്തിൽ കുട്ടികളുണ്ട്. മുൻവരിയിൽ ഒരു ടേബിളും കസേരയും ഒഴിഞ്ഞു കിടക്കുന്നത് കണ്ടു. അതിലേക്ക് വന്നിരിക്കാൻ ഒരു കുട്ടി അവളോട് പറഞ്ഞു. അവിടെ ആളില്ലേ? അവൾ ആ കുട്ടിയോട് ചോദിച്ചു. ഉണ്ട്, അവൾ വരുമ്പോൾ അപ്പുറത്തുണ്ടല്ലോ, അതിലിരുന്നോളും. ഇവിടെ ആർക്കും അങ്ങനെ ഒന്നുമില്ല. വരുന്നവർ കാണുന്ന ടേബിളിനടുത്ത് വന്നിരിക്കും. അങ്ങനെയാണ് ഇവിടെ സാധാരണ ചെയ്യാറ്. അവൾ ക്ലാസ് റൂം ഒന്നിച്ച് കണ്ണോടിച്ചുകൊണ്ട് ആ കുട്ടി കാണിച്ചു കൊടുത്ത കസേരയിൽ വന്നിരുന്നു. മൊത്തം 8 കുട്ടികളാണ് അവിടെ ഉള്ളത്. 3 ആൺകുട്ടികളും 5 പെൺകുട്ടികളും. ഡാ, നിന്റെ പേരെന്താ? എന്താ ലേറ്റായി ചേർന്നേ? 2 മാസമായല്ലോ ക്ലാസ് തുടങ്ങിയിട്ട്. അത് പിന്നെ പറയാം. അവളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ അവളൊന്ന് മടിച്ചു. എൻ്റെ പേര് ജുബൈരിയ. ഞാൻ ഫൗസിയ. അവർ പരസ്പരം പരിചയപ്പെട്ടു. ആദ്യമൊക്കെ അവൾക്ക് വലിയ പ്രയാസം തോന്നിയെങ്കിലും പിന്നീട് അത് ഉൾക്കൊള്ളാൻ അവൾ സാവധാനം പഠിച്ചു കഴിഞ്ഞു. അവളുടെ അടുത്തായിരിക്കുന്ന 3 കുട്ടികളോടായി നല്ല കൂട്ടായി അവൾ. ഫർസാന, റാബിയ, ദിവ്യ, അതാണ് അവളുടെ കൂട്ടുകാരികളുടെ പേര്. എന്നിരുന്നാലും അവളുടെ ദുഃഖങ്ങളൊന്നും അവൾ ആരുമായും പങ്കുവച്ചില്ല. അതൊക്കെ ഉള്ളിലൊതുക്കി നിർത്തി പരമാവധി അവരുടെ മുന്നിലൊക്കെ സന്തോഷം അഭിനയിച്ചു. അങ്ങനെ 2 ആഴ്ച കടന്നുപോയി. ഡേ, സാറ് വരുന്നുണ്ട്, മിണ്ടാതിരിക്ക്. നിങ്ങൾ ഈ കഥ കേൾക്കുന്നത് ലൈക്ക് ചെയ്യാതെയാണെങ്കിൽ ഇപ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടണിൽ കൈ അമർത്തി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. റാബിയോനോടായി ദിവ്യ വിളിച്ചു പറഞ്ഞു. അത് കേട്ട് മറ്റുള്ളവർ മിണ്ടാതെ നിന്നു. അയാൾ ക്ലാസ്സിലേക്ക് വന്ന് മലയാളവും അവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ക്ലാസ്സിൽ നിന്ന് പോയി. ആളൊരു മൂർഖനാണെന്ന് തോന്നുന്നു. വലിയ ഗൗരവക്കാരൻ. ആണോ? അതെനിക്ക് അങ്ങനെ തോന്നിയതാണോ റാബി? ഏയ്, തോന്നിയതൊന്നുമല്ല. അയാൾക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുള്ള പോലെ തോന്നുന്നത്. അയാളൊന്ന് പുഞ്ചിരിക്കുന്ന പോലും ഇവിടെ ആരും കണ്ടിട്ടുണ്ടാവില്ല. മതിയടി, ചർച്ചിക്കാൻ പറ്റിയ വിഷയം. എഴുന്നേറ്റ് വന്നേ, ഒരു കാര്യം കാണിച്ചു തരാം. 2 പേരും വാ. ഫർസാന അവരെ കൂട്ടിക്കൊണ്ടുപോയി. എന്താടി? ദേ അങ്ങോട്ട് നോക്കിയേ, ആ പദമരത്തിൻ്റെ ചുവട്ടിലേക്ക്. നമ്മുടെ സോന ടീച്ചറും മസിൽ പിടിച്ച് നടക്കുന്ന ജോൺ സാറും. അതിനെന്താ, അവരവിടെ നിന്നോട്ടെ. പോടി, അവർ വെറുതെ നിൽക്കുന്നൊന്നല്ല, പിന്നെ നല്ല പഞ്ചാരടിയിലാ. ഐ, കാണേണ്ട കാഴ്ചയല്ലേ ഇതൊക്കെ. എൻ്റെ മക്കൾ അത് കണ്ടിരുന്നോ? ഞാൻ പോവാ. എൻ്റെ പൊന്നുമോള് കരച്ചിൽ തുടങ്ങിയിട്ടുണ്ടാവും. ഡീ ജൂബി, നിക്ക്. അവള് തിരിഞ്ഞു നോക്കി. എടി, നിന്റെ അക്ക ഗൾഫിലല്ലേ, ഫാരിസ്? അത് കേട്ടതും അവളൊന്ന് ഞെട്ടി.
എന്താടി ഇങ്ങനെ മീച്ചു നോക്കുന്നത്? ഞാൻ ചോദിച്ചത് പറ്റിയില്ല നിനക്ക്? അല്ല, ഇക്കയുടെ പേര് ഫാരിസ് ആണെന്നും നിങ്ങളുടെ വീട്ടിൽ നിന്ന് 2 കിലോമീറ്റർ ദൂരമേ അവരുടെ വീട്ടിലേക്ക് ഉള്ളെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇക്ക എവിടെയാണെന്ന് നീ പറഞ്ഞില്ല, അതുകൊണ്ട് ചോദിച്ചാ. അത് പിന്നെ ദിവ്യ, നാളെ പറയാം. ഞാനിപ്പോൾ പോട്ടെട്ടോ. എടി നിക്ക്, ഞങ്ങളുണ്ട് സ്റ്റാൻഡ് വരെ. ഞങ്ങളും അങ്ങോട്ടേക്കാണല്ലോ. പക്ഷേ അവർ വിളിച്ച് പറയുന്നൊന്നും ശ്രദ്ധിക്കാതെ അവൾ വേഗം നടന്നുകൊണ്ട് അപ്പുറത്തേക്ക് മുറിച്ച് കിടക്കാൻ നിൽക്കവേ മുന്നിൽ ബൈക്ക് വരുന്നത് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല. അവളുടെ ആ ചോദ്യം അവളുടെ മനസ്സിനെ ഒരു നിമിഷം താളം തെറ്റിച്ചു. മുന്നിലോട്ട് തെറിച്ച് വീണതേ അവൾക്ക് ഓർമ്മയുള്ളൂ. അല്ലാ, ഉമ്മ എന്ന് പറഞ്ഞവൾ റോഡിൻ്റെ സൈഡിലേക്ക് മറിഞ്ഞു വീണു. അപ്പോഴേക്കും ഇരുഭാഗത്തു നിന്നും ആളുകൾ ഓടിക്കൂടി. എനിക്ക് ബ്രേക്ക് പിടിച്ചിട്ട് കിട്ടിയില്ല. റോഡ് മുറിച്ച് കടക്കുമ്പോൾ 2 ഭാഗത്തേക്ക് നോക്കണ്ടേ? അതെങ്ങനെയാ? സ്വപ്നം കണ്ടുകൊണ്ടല്ലോ വരുന്നത്. ദേഷ്യത്തോടെ അയാൾ അവളെ നോക്കി പറഞ്ഞു. പലരും പല അഭിപ്രായങ്ങളും പറഞ്ഞു. മറ്റു ചിലർ ഡ്രൈവറുടെ അശ്രദ്ധയാണെന്ന് പറഞ്ഞ് അയാൾ നേരെ തിരിഞ്ഞു. 2 പേര് ചേർന്ന് അവളെ പിടിച്ചു എഴുന്നേൽപ്പിച്ചു. കൈമുട്ട് ചെറുതായി ഉരസിയിട്ടുണ്ട്. അതിൽ നിന്നും ചോര പൊടിയുന്നുണ്ട്. നെറ്റിയുടെ ഒരു ഭാഗത്ത് ചെറുതായി പൊട്ടലുമുണ്ട്. കാണികളിൽ ഒരാൾ കാറെടുത്ത് വന്ന് അവളോട് അതിലേക്ക് കയറാൻ പറഞ്ഞു. അവൾ പേടിച്ചാകെ വിറക്കുന്നുണ്ടായിരുന്നു. കൂടെ നിന്നവരിൽ 2 സ്ത്രീകൾ അവളെ കൈ പിടിച്ചുകൊണ്ട് കാറിലേക്ക് കയറ്റി. കൂടെ ബൈക്കുകാരൻ കയറി. നേരെ ഹോസ്പിറ്റലിലേക്ക് വിട്ടു. അവരുടെ പരിശോധനയും മറ്റും കഴിഞ്ഞ് ശരീരത്തിന് മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല എന്നറിഞ്ഞതിന് ശേഷം അവൾ വീട്ടിലേക്ക് വിട്ടു. അവർ അറിയിച്ചതിന് ശേഷം അവളുടെ വലിയ ആങ്ങളയായ മുജീബിക്ക അവളെ കൂട്ടിക്കൊണ്ടുപോയി. 2 ദിവസം കഴിഞ്ഞ് ഫാരിസിൻ്റെ വീട്ടുകാരും വന്ന് വിവരം തിരക്കി മടങ്ങി. മോളെ, ഒന്ന് വന്നേ, നിന്നെ കാണാൻ നിന്റെ കോളേജിലുള്ള സാറ് വന്നിരിക്കുന്നു. ഉമ്മ അപ്പുറത്ത് നിന്നും വിളിച്ചു പറഞ്ഞു. 4 സാറുമാരുണ്ടല്ലോ, അതിൽ ആരായിരിക്കും? അവൾ മടിച്ചുകൊണ്ട് ഉമ്മറത്തെ വാതിൽപ്പടിയിൽ വന്ന് എത്തി നോക്കി. എൻ്റെ റബ്ബേ, മലയാളത്തിൻ്റെ റഫീഖ് സാറ്. അവൾ വേഗം ബാക്കിലോട്ട് വലിഞ്ഞുകൊണ്ട് നേരെ അടുക്കളയിലേക്ക് തിരിഞ്ഞു. ഉമ്മയും വലിയ നാത്തൂനും ചായപരിപാടിയിലായിരുന്നു. അയാൾ എന്തിനു വന്നതാ? അതിന് മാത്രമുള്ള പരിക്കൊന്നും എനിക്കില്ലല്ലോ. അപ്പോൾ നീ ഒന്നും അറിഞ്ഞില്ലേ ജൂബി? അയാൾ നിന്നെ പെണ്ണ് കാണാൻ വന്നതാ. നസിത്ത വെറുതെ തട്ടിവിട്ടു. എന്നിട്ട് ഉണ്ടാക്കി വെച്ച ചായ അവളുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, അന്തം വിട്ട് നിൽക്കാതെ ഇതങ്ങ് കൊണ്ടുപോയി കൊടുക്ക് പെണ്ണെന്ന്. അയ്യേ, ആ മൊരടനോ? എനിക്കൊന്നും വയ്യ. ഞാനെന്നും കാണാറുള്ളതാ. കാണാത്തവർ അങ്ങ് കൊടുത്താൽ മതി. പിന്നെ ചായമായി പോകുന്നവർ ആരായാലും എനിക്ക് ഈ ബന്ധത്തിന് താല്പര്യമില്ലട്ടോ എന്ന് അങ്ങോട്ട് ചെന്ന് പറഞ്ഞേക്കി. അത് കേട്ടതും നസീം ഉമ്മയും പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. എടി പൊട്ടി, നിന്നെ ജസ്റ്റ് ഒന്ന് കാണാൻ വന്നതാ. അവരുടെ കോളേജിലെ കുട്ടിയല്ലേ നീ, അതുകൊണ്ട്. അല്ലാതെ പെണ്ണ് കാണാൻ വന്നൊന്നും അല്ല. ഞാൻ നിന്നെ ചുമ്മാ പറ്റിച്ചല്ലേ, ചെല്ല്. അവൾ 2 പേരെയും ചമ്മിയ ചിരിയോടെയും ദേഷ്യത്തോടെയും നോക്കി. എന്നാലും ഇത്ത, നിങ്ങൾ എന്നെ പറ്റിച്ചില്ലേ? ഞാൻ അകത്തേക്ക് പോവുക. ദാ നിക്ക്, ഈ ചായ എടുത്തോ, പിന്നാലെ ബേക്കറിയായി ഞാനും വരാം. മനസ്സില്ലാ മനസ്സോടെ അവൾ ചായ എടുത്ത് മുമ്പിൽ നടന്നു. അവൾ ഉമ്മറത്തേക്ക് കടന്നതും അയാൾ അവളെ നോക്കി പുഞ്ചിരിച്ചു. അവളും നേരിയ പുഞ്ചിരി കൊടുത്തുകൊണ്ട് ചായ അയാളുടെ കയ്യിൽ കൊടുത്തു. അയാളുടെ കൂടെ വേറെ ഒരാളുണ്ടായിരുന്നു. അയാളുടെ ബന്ധുവാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി. ഈ വഴി പോയപ്പോൾ ജുബീനെ കണ്ട് വിവരങ്ങൾ അറിഞ്ഞു പോകാമെന്ന് കരുതി വന്നതാണ്. അവളൊന്ന് മൂളി. കോളേജിലേക്ക് ഇനി എന്നാ വരുന്നത്? 2 ദിവസം കൂടി കഴിഞ്ഞിട്ട്. കാര്യമായിട്ടൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് അധികം വൈകണ്ട.
എന്നാ എൻ്റെ അഭിപ്രായം ഇപ്പോൾ തന്നെ ഒരുപാട് നോട്ട്സ് എഴുതി എടുക്കാനില്ലേ? അവൾ വീണ്ടും മൂളുക മാത്രം ചെയ്തു. വിവരാന്വേഷണങ്ങൾക്ക് ശേഷം അവളോടും വീട്ടുകാരോടും യാത്ര പറഞ്ഞ് അവരിറങ്ങി. ബൈക്കിൽ കയറാനായി ഒരുങ്ങുമ്പോഴും അയാളുടെ കണ്ണുകൾ അവളിലേക്ക് തന്നെ പാഞ്ഞു. അയാൾക്ക് വീണ്ടും എന്തൊക്കെയോ സംസാരിക്കാനുള്ളത് പോലെ തോന്നി അവൾക്ക്. അവൾ അയാളുടെ ആ നോട്ടം ശ്രദ്ധിക്കാത്ത ഭാഗത്തിൽ നിന്നു.